So, ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് എന്നറിയാനുള്ള സമയമാണ്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ കോൾ അപ്പോൺ സുമലത അംബരീഷ്, വംശി പൈഡ്പള്ളി, ബൃന്ദ പ്രസാദ്, ചെയർപേഴ്സൺ സൈമ ടു ദ ഫ്ലോർ. മലയാളത്തിന്റെ നിത്യഹരിത നായികയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷീലാമേനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ നല്ലൊരു കൈയടി. Saima 2019 Lifetime Achievement Award goes to Sheelama and നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നല്ല കൈയടി കൊടുക്കാം. ഷീലാമ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് ഒരവസരം നൽകിയ സൈമയുടെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ആദ്യം ഞാൻ അഭിനയിച്ചത് ഒരു തമിഴ് പടത്തിലായിരുന്നു. MGR ആയിരുന്നു ഹീറോ. അന്നൊക്കെ ഏത് ഭാഷയിൽ അഭിനയിക്കുന്നോ ആ ഭാഷയിൽ തന്നെ സംസാരിക്കണം. ലൈവ് ഡബ്ബിംഗ് ആയിരുന്നു. എനിക്കാണെങ്കിൽ അന്നൊക്കെ തമിഴ് ഒട്ടും അറിയില്ലായിരുന്നു. ഒരു 2 പേജ് ഡയലോഗ്, തമിഴ് ഡയലോഗ് എഴുതി കൊടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ അത് സംസാരിച്ചത്. ഇത്രയും പ്രായമായിട്ടും എനിക്കിപ്പോഴും ആ ഡയലോഗ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനതൊന്നും പറയട്ടെ? തീർച്ചയായിട്ടും പറയണം. കേട്ടേനേ പലമുறை കേടയുമും ഈട്ടിയും താങ്കി പോർമുனை செல்லும் பட்டாளத்து வீரனடி நான் என்று கூறிய போலி பேச்சை கேட்டேனே பலமுறை. அப்போதெல்லாம் தெரியாத எனக்கு அந்தஸ்து பேதத்தின் அளவு தெரிந்திருந்தால் ஆகாயத்து சூரியனுக்காக இந்த தடாகத்து தாமரை மலர்ந்திருக்காதே. பிறைக்கொடி காக்கும் கோமானின் பெள்ளியே, ഡൽഹി ആധിപത്യത്തിൻ എതിർകാല കാവലരെ എന്നെ വിളിக்கிறീർ. ഇങ്ങനെയായിരുന്നു ആ ഡയലോഗ്. ഒരു ഭയങ്കര നീണ്ട ഡയലോഗായിരുന്നു. ഷീലാമ, ഇവിടെ നമ്മളൊക്കെ ഇവിടെ ഷീലാമയുടെ ഫസ്റ്റ് സിനിമയിൽ ഇത്രയും വലിയ ഡയലോഗ് എന്റെ ഫസ്റ്റ് സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലായിരുന്നു. ഷീലാമ ആണോ? വളരെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട്. ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഭാഗ്യജാതകം എന്നൊരു മലയാളം പടത്തിൽ സത്യൻ സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചത്. അന്നൊക്കെ മലയാളത്തിലെ ആകെ ഒരു കൊല്ലത്ത് 10ഓ 15ഓ പടങ്ങൾ മാത്രമേ റിലീസാവുന്ന ഒരു കാലമായിരുന്നു. പിന്നെ ചെന്നൈയിലായിരുന്നു എല്ലാ ഷൂട്ടിങ്ങും. അപ്പോൾ ചെറിയൊരു കുടിയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സെറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ മലയാളം പ്രൊഡ്യൂസർ തിടും. കാരണം അത്രയേ സാമ്പത്തിക ശേഷിയുള്ളൂ അന്നത്തെ മലയാളം പടങ്ങൾക്ക്. ഇന്ന് 100 കോടി രൂപയിൽ പടം എടുക്കുന്ന മലയാളം ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇൻഡസ്ട്രി. അതിൽ നമ്മൾക്ക് ഒരുപാട് അഭിമാനിക്കണം. അന്നൊക്കെ ലൈവ് ഡൈപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം, ഒരു മുറിയിൽ ഒരമ്മയും മകളും കൂടി കിടന്നുറങ്ങുന്നു രാത്രിയിൽ. അപ്പോൾ ഹീറോ ജനൽ കൂടി എത്തി നോക്കിയിട്ട് ഹേയ് ഹേയ് ജാനകി ജാനകി എന്ന് വിളിക്കുന്നു. ഹീറോയിൻ പെട്ടെന്ന് കണ്ണു തുറന്നിങ്ങനെ നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നു. കണ്ടോട്ടോ, അയ്യോ എന്താ ഈ സമയത്ത് ഇവിടെ വന്നത്? അയ്യോ അമ്മ എഴുന്നേറ്റാൽ കൊല്ലും, ആരെങ്കിലും കണ്ടാൽ നമ്മുടെ കഥ തീരും എന്ന് രഹസ്യമായിട്ട് പറയണം. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെയാണെന്നറിയോ പറയേണ്ടത്? എന്താ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നത്? അയ്യോ അമ്മച്ചി എഴുന്നേറ്റാൽ കൊല്ലും, എഴുന്നേറ്റ് പോയിക്കൊള്ളൂ, അയ്യോ ആരെങ്കിലും കാണും. കാരണം എന്താണെന്നറിയോ? 7 അടി പൊക്കത്തിലാണ് മൈക്കുള്ളത്. അന്ന് ലൈവ് ഡബ്ബിംഗ് ആയിരുന്നു. അന്ന് ഈ മറ്റേ ഇപ്പോഴത്തുള്ളത് പോലെ ഒരു ഡബ്ബിംഗ് അല്ല. അപ്പോൾ ആ മൈക്കിൽ കേൾക്കണമെങ്കിൽ ഞങ്ങൾ രഹസ്യം പറയുന്ന പോലെ ഇത്രയും ശബ്ദത്തിൽ വേണം പറയാൻ. ഇത് ഇൻഡോർ ഷൂട്ടിംഗ്. ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണെങ്കിൽ ഉദാഹരണത്തിന് ചെമ്മീൻ്റെ ഷൂട്ടിംഗ് വെച്ചേക്കും. കൈതക്കാട്ടിൽ കറുത്തമ്മയും കൊച്ചുമുതലാളിയും കണ്ട് കാണുന്നു. രാത്രിയിലാണ് കാണുന്നത്. പക്ഷെ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അന്നൊക്കെ നൈറ്റ് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ എടുക്കുമ്പോൾ ഡയറക്ടർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കറുത്തമ്മ ഉടനെ കണ്ണ് ഗ്ലിസറിനൊക്കെ ഇട്ട് ആ നട്ടുച്ചയ്ക്ക് വെയിലത്ത് എൻ്റെ കൊച്ചു മുതലാളി
എന്ന് പറയുമ്പോൾ കുറേ കാക്കകൾ കാ 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 എന്ന് പറയും. ഉടനെ ഡയറക്ടർ കട്ട് 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 എന്ന് പറയും. കാരണം എന്താണെന്നറിയോ, രാത്രിയിൽ എവിടെ കാക്ക, അത് കാരണം കട്ടായി. ഉടനെ യൂണിറ്റുള്ളവരും അസിസ്റ്റന്റ് ഡയറക്ടർമാരെ എല്ലാവരും കൂടി കല്ലെടുത്ത് കാക്കേൻ്റെ പുറകെ ഓടി. ഇങ്ങനെ കുറേ കട്ടുകളായ പിന്നെയാണ് ഞങ്ങൾക്ക് ഒരു നല്ല ഷോട്ട് കിട്ടുന്നത്. പിന്നെ യൂണിറ്റിലുള്ളവർ ഒരു സൂത്രം കണ്ടുപിടിച്ചു. ഓലപ്പടക്കം എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇതാ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഭവൻ കുഞ്ചാക്കോരെ അച്ഛനൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുറേ ഓലപ്പടക്കം മേടിച്ചുകൊണ്ട് പോകും. ഒരു ലെങ്തി ഷോട്ടാണെങ്കിൽ ഡയലോഗ്സ് കുറേ ഉണ്ടെങ്കിൽ ഉടനെ ഓലപ്പടക്കം പൊട്ടിക്കും. ആ ശബ്ദം കേട്ടോണ്ട കാക്കകളെല്ലാം കൂടി അങ്ങ് പറന്നു പോകും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾ ഡയലോഗ് പറഞ്ഞ് തീർക്കും. ഞാൻ ഒരു കൊല്ലത്ത് തന്നെ 26 പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്ത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, നല്ലത് ചീത്ത, പിന്നെ കഷ്ടം നഷ്ടം എല്ലാം കടന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഈ അവാർഡ് തന്ന സൈമയുടെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ഇനിയും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ നന്നായിട്ട് താല്പര്യമുണ്ട്. ഐ തിങ്ക് ഷീലാമ്മയുടെ ഈ നറേഷനും ഈ രീതിയിലുള്ള പ്രസന്റേഷനും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു, ഷീലാമ്മ യു ഷുഡ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഒരെണ്ണം തുടങ്ങിയാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. ചാക്കോച്ച സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഐ തിങ്ക് വി ഓൾ ഷുഡ് ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ഷീലാമ്മ. തീർച്ചയായിട്ടും എക്സംപ്ലറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷീലാമ്മ ഇവിടെ കാഴ്ചവെച്ചത്. ഓൾ ദ വെരി ബെസ്റ്റ് ഷീലാമ്മ. താങ്ക് യു സോ മച്ച്.